ആൻ്റണി വർഗീസ് പെപ്പയെക്കുറിച്ചൊരു സ്റ്റോറി വരികയാണ് എൻ്റെ കാസറ്റ് ഹക്കീമിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ. കുറേ സ്ക്രീൻഷോട്ടുകൾ വന്നു. ചാറ്റാണ്, ഒരു ലേഡി ആയിട്ടുള്ള ചാറ്റാണ്, നമുക്കതിൽ നിന്ന് പ്രത്യക്ഷത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് കണ്ടിന്യൂസ്ലി. എനിക്കിങ്ങനെ ഫോർവേഡ്സ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി മുതൽ ഇന്നൊക്കെ ഫുൾ ഫോർവേഡ്സാണ്. പെപ്പയെക്കുറിച്ച് പറ. ഡേയ്, നമുക്കിതൊന്ന് അന്വേഷിക്കണം. ഞാൻ അത്യാവശ്യം ചെയ്യുന്ന വീഡിയോസ് എൻ്റെ പേഴ്സ്പെക്റ്റീവ്സ് വെച്ച് പോകുമ്പോൾ ഇങ്ങനത്തെയൊക്കെ സീന് വരുമ്പോൾ, ഇപ്പോൾ ഒരു 24/7 സാറ്റലൈറ്റ് ചാനലിൽ വരുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു കേസായി FIR ഇട്ടൊരു കാര്യം, അത് കുറച്ചും കൂടി ഈസിയാണ് അന്വേഷിക്കാൻ. ഇതേപോലെ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു അലിഗേഷൻ വന്നു, ആ വ്യക്തിയോട് ചാടി കയറി നേരിട്ട് പോയി ചോദിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആ വ്യക്തിയായിട്ട് അത്രയും കണക്ഷൻ വേണം. പെപ്പയുടെ അടുത്ത് അങ്ങനെ നേരിട്ട് ഒറ്റയടിക്ക് പോയിട്ട് ഡേ സീനുണ്ടാ എന്ന് ചോദിക്കാനുള്ളൊരു കണക്ഷൻ എനിക്ക് പെപ്പയായിട്ടില്ല. ബട്ട് ഐ ഹവ് സീൻ ഹിം, ഐ ഹവ് ടോക്ക് ടു ഹിം. അത്യാവശ്യം കുറച്ച് സ്പേസുകൾ പെപ്പയായിട്ട് കണ്ട് സംസാരിച്ച് പരിചയമുണ്ട്. ദാറ്റ്സ് ഓൾ. അതും ഈ റീസെൻ്റ്ലി ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സോ അങ്ങനത്തെ ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഇടിച്ച് കയറി ചെല്ലാൻ പറ്റില്ല. പിന്നെ പെപ്പയെ അറിയുന്നവരോടാണ് വാട്ട് ഐ ക്യാൻ ആസ്ക്. പിന്നെ ഹക്കീമിൻ്റെ പേജ് പോയി. ഓക്കെ, പേഴ്സണലി ഹക്കീമിനെ കണക്ട് ചെയ്യണമെങ്കിൽ അവൻ അബ്രോഡാണ്. കണക്ട് ചെയ്ത് കിട്ടിയത് ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ്. സോ ഇതിനകത്തൊരു ക്ലാരിറ്റി, ഇത്രയും വലിയൊരു അലിഗേഷൻ, ഓക്കെ, ഇതൊരു അലിഗേഷനാണ്. ഇവിടെ പലരും ഇന്ന് വീഡിയോ ചെയ്ത് പറയുന്നത് കണ്ടു, കേസാണ് ഇത് വലിയ കേസാണ്, ഇത് പെപ്പയ്ക്കെതിരെ റേപ്പ് കേസായി എന്നൊക്കെ പറഞ്ഞു. രണ്ട് ചേച്ചിമാരിരുന്ന് സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളും കണ്ടോ? സിനിമാ മേഖലയെ കുലുക്കിക്കൊണ്ട് അടുത്ത ഒരു ആരോപണം വന്നിരിക്കുകയാണ്. ഇത് വെറും ആരോപണമല്ല, പെൺകുട്ടി പരാതി നൽകിയിരിക്കുകയാണ്. പരാതി വന്നിരിക്കുന്നത് ആന്റണി വർഗീസ് പെപ്പയുടെ പേരിലാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെയും അങ്ങനെ ആ വൻമരവും വീഴുകയാണ് എന്ന് പറഞ്ഞിട്ട് കേസ് വന്നിരിക്കുകയാണ്, FIR ആയിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ ഒരു കേസും ഇതൊരു FIR ആണ്, ഇതൊരു റേപ്പ് കേസാണ്, ഇതൊരു FIR ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് 24/7 എല്ലാ സാറ്റലൈറ്റ് ന്യൂസ് ചാനലുകളിലും ഈ സാധനമാണ് ഓടേണ്ടത്. ഇതുവരെ ഓടി ഞാൻ കണ്ടില്ല. ആൻ്റണി വർഗീസ് പെപ്പെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പ്രധാനമന്ത്രിയുടെ പവറുള്ള ആളൊന്നുമില്ലല്ലോ. ഒരു FIR വീണ് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ന്യൂസ് ചാനൽസും അതെടുത്ത് ന്യൂസ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ചാനൽ വരും. ഞാൻ ആകെ ഒരു ചാനൽ മാത്രമേ ഇത് ഒരു ന്യൂസ് വാല്യൂ കൊടുത്ത് ചെയ്ത് കണ്ടിട്ടുള്ളൂ. ഇത് FIR ആയി എന്നുള്ളത് ഇവർ എവിടുന്ന് കണ്ടുപിടിച്ച് വന്നു എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. എൻ്റെ അന്വേഷണത്തിൽ ഇത് FIR ആയിട്ടില്ല. ഓക്കെ, കേസ് കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ളൊരു ഇനീഷ്യേറ്റീവിൽ അവരുണ്ട് എന്നുള്ളത് അറിയാമെന്നല്ലാതെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. കേസായിട്ടില്ല. പിന്നെ എങ്ങനെ വന്ന് സിനിമാ ലോകം ഞെട്ടി? സിനിമാ ലോകം എന്നും ഞെട്ടാറുണ്ട്. ഞെട്ടിനൊരു പരിധിയില്ല. അത് പടം പൊട്ടുമ്പോഴാണ് ഞെട്ടാറ്. അല്ലാതെ സിനിമാക്കാരുടെ മറ്റേ കളികൾ അല്ലെങ്കിൽ പരിപാടികൾ അങ്ങനത്തെ സാധനത്തിന് മുകളിലൊന്നും സിനിമാ ലോകം ഞെട്ടാറില്ല. ഞാൻ പറയാം, എന്നും ഞെട്ടാറുണ്ട്, എപ്പോഴും ഞെട്ടാറുണ്ട്. അത് പടം പൊട്ടുമ്പോഴും ചിലപ്പോൾ ചില പടങ്ങൾ ഹിറ്റാകുമ്പോഴാണ് ആ ഞെട്ടൽ വരാറ് എന്നാണ് എൻ്റെ ഒരു അറിവ്. സിനിമാക്കാരെ മറ്റേ ലൈഫ് പുറത്തു വന്നു, കുൽസിതം പുറത്തു വന്നു, അങ്ങനെയൊന്നുമില്ല. അവിടെ അത് സർവ്വസാധാരണമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഐറ്റാണ് എല്ലാ ഇൻഡസ്ട്രിയിലും. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു ഞെട്ടലിന് ഞാൻ ഒരു സ്കോപ്പ് കാണുന്നില്ല. നമ്മളാരെങ്കിലുമൊക്കെ ഞെട്ടിയുള്ളൂ, അല്ല വേറെ ഇല്ല. അപ്പം എന്താണെങ്കിലും ഈ ചാറ്റുകൾ പുറത്തു വരുന്നതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോൾ കുറച്ചധികം കാലമായിട്ട് നടക്കുന്ന പരിപാടിയല്ലേ. ഇപ്പോൾ പെപ്പയുടെ ചാറ്റ് തന്നെ, ആ ഹക്കീമിൻ്റെ പേജിൽ സ്റ്റോറി ആയിട്ട് വന്ന ചാറ്റിനകത്ത് ക്ലിയർ കട്ടായിട്ട്, ഇപ്പോൾ നിവിൻ പോളിനെ ഞാനൊരു എക്സാമ്പിളായിട്ട് ഇതിനൊക്കെ പറയും. നിവിൻ പോളി വന്നിരുന്ന് കാര്യകാരണങ്ങൾ വെച്ച് കൃത്യമായ എക്സ്പ്ലനേഷൻ, കൃത്യമായ പ്രൂഫ് വെച്ച് തനിക്കെതിരെ വന്ന അലിഗേഷൻ ഒറ്റയടിക്ക് ഇല്ലാതാക്കി കളഞ്ഞു. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ ഒരാളാണെങ്കിൽ അത് ചെയ്തിട്ട് പോകണമെന്നേ ഞാൻ പറയുള്ളൂ. അവിടെ പിന്നെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും എട്ടം വലം നോക്കരുത്. ഇതിലിപ്പോൾ ഒരു ക്ലാരിറ്റി കൊടുക്കേണ്ടത് പെപ്പേനെയാണ്. ഇപ്പോൾ പെപ്പയുടെ താല്പര്യമാണ്. കാരണം ഹക്കീം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ കാസറ്റ് എന്ന് പറഞ്ഞ പേജിനെ ഒരാൾ എങ്ങനെ കാണുന്നു എന്നുള്ളതിനാണ് വിഷയം കിടക്കുന്നത്. ഇപ്പോൾ പെപ്പ പറയുകയാണ്, അവൻ്റെ ഒരു പേജിൽ വന്നതിന് ഞാൻ എന്തിന് തിരിച്ച് ഒരു പബ്ലിക്കിൽ റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു റിപ്ലൈ കൊടുക്കണം എന്നുള്ളത് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പെപ്പ വരില്ല. ഇനി നിയമപരമായിട്ട് പെപ്പയ്ക്ക് അപ്പോൾ എൻ്റെ ഒരു സാധനം ഇവൻ കൊടുന്നിട്ടു, അത് എൻ്റെതല്ല, ദാറ്റ്സ് എ ഫേക്ക് വൺ, ഞാൻ ആദ്യം നിയമപരമായിട്ട് പോവാം, എന്നതിന് ശേഷം ഞാൻ വന്നൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം, അങ്ങനെയും ആവാം. ഓക്കെ, ബട്ട് ഒരു സംഗതി നമ്മളെക്കുറിച്ച്
ഇല്ലാത്തത് വന്നു കഴിഞ്ഞാൽ അതില്ലാത്തതാണ് എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് വന്നിരുന്നൊരു ക്ലാരിറ്റി ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാതിരിക്കുകയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ചാറ്റിൻ്റെ പിന്നിലുള്ള ഒരു ക്ലിയർ കട്ട് ക്ലാരിറ്റി ഒന്നില്ലെങ്കിൽ നിയമപരമായിട്ട് കേസ് കൊടുത്തിട്ട് പെപ്പയ്ക്ക് എന്ത് ചെയ്യാം, പെപ്പയെ ഡിഫെയിം ചെയ്തു എന്നുള്ള രീതിയിൽ പെപ്പയ്ക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്യാൻ ഒരു പത്രസമ്മേളനം വിളിച്ച് ലൈക്ക് നിവിൻ പോളി പെപ്പയ്ക്ക് ആ സാധനം അഡ്രസ്സ് ചെയ്ത് വിടാം. ഇല്ല, ഇനി ഇതിനകത്ത് എന്തെങ്കിലും സ്കീമുണ്ട്, ഓക്കെ, ഈ ചാറ്റുകളുടെ അകത്ത് ഓക്കെ ഒരു മനുഷ്യനാണ്, അങ്ങനെ ഒരു സംഗതി സംഭവിച്ചു, ഇത് ഒറ്റ മാത്രം സംഭവിച്ചു, അല്ലെങ്കിൽ ഇനി മൾട്ടിപ്പിൾ ഇതുപോലുള്ള കോൾ ഔട്ട്സ് വരുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിലൊന്നും ഉറപ്പില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനോ സിനാരിയോ ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഫ്രം നൗ ഓൺ ബി വെരി കെയർഫുൾ. സോഷ്യൽ മീഡിയ ആണ്, ഇതിനകത്ത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തു പോകുന്നൊരു സിറ്റുവേഷനാണ്. റിലേഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുകയില്ല, റിലേഷൻസൊക്കെ കാണും. ഓക്കെ, റിലേഷൻസൊക്കെ അത് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നവരത് കൊണ്ട് നടക്കുക. വളരെ അൺഹെൽത്തി ആയിട്ട് ഒരാൾക്ക് അയാളുടെ യൂസ് ആൻഡ് ത്രോയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ച് ഒഴിവാക്കുന്ന രീതിയിലുള്ള പരിപാടികളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് തിരിച്ചടിക്കും. ഓക്കെ, അല്ലാത്ത പക്ഷം ഒന്നിന് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ അഫെയർ ഇങ്ങനത്തെ സംഗതികളൊക്കെ ഒരു പരിധി വരെ ഇവിടെ എവിടെയും നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഐറ്റമൊന്നുമല്ല. അതൊക്കെ സൊസൈറ്റിയിൽ എത്രയോ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ കൊണ്ട് നടക്കുന്ന പരിപാടികളൊക്കെ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഈ സംഗതിയൊക്കെ വിഷയമായി മാറുന്നതും ഇതൊരു അലിഗേഷനായിട്ട് മാറുന്നതും നാളെ ഇതൊരു വേറെ സീനിലേക്ക് പോകുന്നതൊക്കെ പാർട്ട്നേഴ്സിൽ ഒരാൾ അഗ്രസർ ആകുമ്പോഴാണ്. അപ്പം ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചുള്ളൂ ഈ അടുത്ത കാലത്ത് വന്നതിലൊക്കെ. ലെറ്റ്സ് രാഹുൽ മാങ്കൂട്ടം ഇഷ്യൂ തന്നെ നമുക്ക് നോക്കാം. രാഹുൽ മാങ്കൂട്ടം ഈസ് എൻ അഗ്രസർ, ഒരു അഗ്രസീവ് ബിഹേവിയർ കാണിക്കുന്ന, അയാളുടെ യൂസ് ആൻഡ് ത്രോയ്ക്ക് മാത്രം ആളുകളെ ഉപയോഗിച്ച് വിടുന്ന, അവർക്കൊരു റെസ്പെക്റ്റും കൊടുക്കാതെ ഒരു റിലേഷൻ, അതൊരു കൈൻഡ് ഓഫ് മോഡസ് വെച്ച് പോകുന്ന ഒരു തരം പ്രിഡേറ്റർ കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ്. ഇവിടെ അതല്ലാതെ പോകുന്ന കുറേ റിലേഷൻസ് ഉണ്ട്, നമ്മൾ അറിയാറ് പോലും ഇല്ല. നമ്മൾ ചിലപ്പോൾ കേട്ടാൽ പോലും വിശ്വസിക്കാത്ത രീതിയിൽ പോകുന്ന സൈഡ് ലൈൻസ് ഉണ്ടാവും. അങ്ങനെ കൊണ്ടു നടക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന്മാരാണ്, എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അങ്ങനത്തെ ഒരു സ്പേസ് എല്ലാവരുടെ ലൈഫിലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെയും സംഭവിക്കാം. ഹ്യൂമൻ ലൈഫ്, തോട്ട് പ്രോസസ്, ഇമോഷൻസ്, അങ്ങനെ പല സംഗതികളാണ്. പക്ഷെ ഇവിടുത്തെ വിഷയം അതൊരു സെലിബ്രിറ്റി ആകുമ്പോൾ, ലൈം ലൈറ്റിൽ നിൽക്കുന്നൊരു വ്യക്തിയാവുമ്പോൾ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ദാറ്റ്സ് ഓൾ ടുഗെദർ എ ഡിഫറെൻറ്റ് തിങ്. ചിലപ്പോൾ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ ക്ലാരിറ്റിയിൽ വിത്ത് പ്രൂഫ് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ പെപ്പയുടെ കേസിൽ തന്നെ പെപ്പയ്ക്ക് അങ്ങനെ കൊടുക്കാൻ സാധിച്ചാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അല്ലാത്ത പക്ഷം ഇതെപ്പോഴും ഒരു ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരു കേസ് കൊടുക്കണം എന്നൊന്നുമില്ല. ഒരാളെ ഡിഫെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു റാൻഡം അക്കൗണ്ട്, അൺനോൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നെപ്പോലുള്ള ഏതെങ്കിലും ഒരു പ്രൊഫൈലിന് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുക. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആവണം എല്ലാം ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മളും വള്ളി പിടിക്കും, നമ്മുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കും. ഇപ്പോൾ ഹക്കീമിന് അങ്ങനെ എക്സിസ്റ്റൻസിനെ ബാധിച്ചൊരു അവസ്ഥയാണ്. കാരണം ഒരു അക്കൗണ്ട് പോകുന്നു. വളരെ ക്രെഡിബിളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കുറേ കേസുകൾ അതിൻ്റെയും കൂടി ക്രെഡിബിലിറ്റി ഇല്ലാത്ത രീതിയിൽ മറ്റുള്ളവർക്ക് പോർട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹക്കീമിൻ്റെ ചില കണ്ടൻറ്റുകൾ ഹക്കീമിന് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം അങ്ങനത്തെ സാഹചര്യത്തിലേക്ക് നമ്മൾ പോകാനും പാടില്ല. അപ്പോൾ ആൻ്റണി പെപ്പയുടെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, ക്ലാരിറ്റി, ഇപ്പോൾ FIR ഇട്ടൊരു കേസാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ പിന്നിൽ നമുക്കൊരു ക്ലാരിറ്റി കണ്ടെത്താൻ പറ്റും. ഇതിലൊരങ്ങനെ ഒരു FIR വീഴാത്തോടത്തോളം ഒന്നില്ലെങ്കിൽ അവരിത് കേസാക്കണം, ഓക്കെ, അല്ലെങ്കിൽ ഇതിന് ഒരു കേസ് ആര് കൊടുക്കണം? ആൻ്റണി പെപ്പയെ കൊടുക്കണം. അല്ലെങ്കിൽ പെപ്പെ വന്ന് പറയുക. പെപ്പയ്ക്ക് ഇപ്പോൾ വന്ന് മീഡിയനെ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമില്ല. പെപ്പയ്ക്ക് വന്നിട്ടൊരു സ്റ്റോറി ഇടാം, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം, എന്നിട്ട് പറയാം ഇന്നതാണ് കാര്യങ്ങൾ, ഇന്നതാണ് റീസൺ, അല്ലെങ്കിൽ ഇതൊരു ഫേക്ക് അലിഗേഷൻ, എങ്ങനെ പറഞ്ഞിട്ടും പോവാം. അപ്പോൾ ഇതെല്ലാവരും ആർക്കും വരട്ടെ, സെലിബ്രിറ്റി സ്പേസിലിരിക്കുന്നവർ എന്നല്ല, നമ്മുടെ നാട്ടിലുള്ള ഒരാൾക്ക് വേറൊരാളായിട്ടൊരു കണക്ഷനോ അല്ലെങ്കിൽ ഒരു ഡിഫെയിം ചെയ്യേണ്ട പരിപാടിയാണെങ്കിലോ അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ്പോസ്ഡ് ആയി പോവാം. അതൊക്കെ ഇനിയുള്ള അങ്ങോട്ടുള്ള സോഷ്യൽ മീഡിയയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഐറ്റങ്ങൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ബി കെയർഫുൾ. സോഷ്യൽ മീഡിയയിലിരുന്ന് അല്ലെങ്കിൽ ഒരു ലൈഫിൽ കൊണ്ടു നടക്കുമ്പോൾ റാൻഡം ഹിറ്റിംഗ് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ചീറ്റ് ചെയ്യുന്ന പരിപാടികൾ ചെയ്ത്
അങ്ങനത്തെ പരിപാടികൾ കാണിക്കുമ്പോൾ ബി വെരി വെരി കെയർഫുൾ. പണ്ടത്തെ പോലെയല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആർക്ക് വേണമെങ്കിൽ നമ്മളെടുത്ത് തകർത്തിട്ട് പോവാം, നമ്മളെ ഡിഫെയിം ചെയ്യാം, നമ്മളെ കരിയർ അവസാനിപ്പിക്കാം, നമ്മളിലേക്കൊരു സംശയത്തിൻ്റെ നേരിട്ടിട്ട് പോവാം. ഫൈറ്റ് ചെയ്യാൻ പറ്റണം എന്നാണ് ഞാൻ പറയുന്നത്. ഫൈറ്റ് ചെയ്യാൻ പറ്റണം, എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റണം. മനസ്സിലാക്കാത്തവരൊന്നുമില്ലല്ലോ നാട്ടുകാരാണോ, മനസ്സിലാക്കാൻ പറ്റാത്തവരുമല്ല. അപ്പോൾ ജെനുവിനായിട്ട് ഒരു ത്രെട്ടാണ് ഇയാൾ, അല്ലെങ്കിൽ ഇവൾ ഒരു ത്രെട്ടാണ്. ഇവരിത് കൃത്യമായിട്ട് നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾസ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു റിലേഷൻ ചീറ്റ് ചെയ്തിട്ട് മൂവ് ഓൺ ചെയ്ത് അടുത്തേൽ പിടിക്കുന്നു, ഒരു പ്രിഡേറ്റർ മൈൻഡ് സെറ്റ് കാണിക്കുന്നു. അവരൊക്കെ എക്സ്പോസ് ചെയ്യാനും സാധിക്കും നമുക്കതിൽ. ഇതൊരു ഇരുതല വാളായിട്ട് കാണുക, ഇങ്ങനത്തെ എക്സ്പോസിങ് പരിപാടി, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊഫൈല്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ. ഇപ്പം എന്താണെങ്കിലും പെപ്പേൻ്റെ സാധനം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തരാൻ പറ്റുന്ന ക്ലാരിറ്റി, സാധനം കേസായിട്ടില്ല. ഓക്കെ, ഫ്യൂച്ചർ എന്താണെന്നുള്ളത് അവരുടെ സൈഡിൽ നിന്ന് വരണം. അല്ലെങ്കിൽ ഹക്കീം തുടങ്ങി വെച്ചാൽ ഹക്കീം തീർക്കണം. ബിക്കോസ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഹക്കീം അടക്കം എല്ലാ സർഫസിലും ഞാനൊന്ന് നോക്കി. അപ്പോൾ ഇതിൻ്റെ ഒരു ജെനുവിനിറ്റി ഫാക്ടർ എത്രത്തോളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺടിൽ അൺലെസ് ഇത് പെപ്പയുടെ സ്ക്രീൻ അല്ല എന്ന് പറയാത്തടത്തോളം കാലം ഇതെൻ്റെ അല്ല എന്ന് പെപ്പ പറയുന്നു. അങ്ങനത്തെ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഇത് എൻ്റെ അല്ല, ഇത് എൻ്റെ സ്ക്രീൻ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. സൈലൻസാണ് പെപ്പയുടെ ഭാഗത്ത്. പിന്നെ ആ സ്ക്രീന് വായിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഓക്കെ, അതിനകത്ത് ഒരു സഡൻ റിലേഷൻ അല്ലെങ്കിൽ ഒരു റാൻഡം ഹിറ്റിംഗ് അങ്ങനെയല്ല, കണ്ടിന്യൂസ് ടോക്കിലാണ്, കണ്ടിന്യൂസ് സംസാരത്തിലാണ്. ഇഫ് അത് പെപ്പയാണെങ്കിൽ, ഐ ആം സ്ട്രെച്ചിങ് ഇറ്റ് ലൈക്ക് ദാറ്റ്, അത് പെപ്പയാണെങ്കിൽ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നുമുള്ള ചാറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഏറെക്കുറെ എന്ത് ലൈനിലാണ് ആ ചാറ്റ് പോകുന്നത് എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഹൂസ് ദ അഗ്രസർ, അത് കേസായാൽ പോലീസ് അന്വേഷിച്ച് തീർക്കട്ടെ. ആൻഡ് ഹക്കീമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എഗെയിൻ എനിക്ക് ഒരു 1-2 ദിവസമായിട്ട് റിദ്വൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാൻസർ സർവൈവർ പയ്യനുണ്ട്, റിദ്വാനെ കുറിച്ചിട്ട് ഹക്കീം ഇട്ടിട്ടുണ്ടായിരുന്നൊരു സ്റ്റോറി ആൻഡ് അതിന് റിദ്വാൻ കൊടുത്തിട്ടുള്ളൊരു റിപ്ലൈ. ഓക്കെ, അതുകൂടി ഒന്ന് ഈ ഒരു വീഡിയോനകത്ത് പറയണം. അത് ഞാനിവിടെ റിദ്വാൻ്റെ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. എന്റെ കേസറ്റ് എന്നുള്ളൊരു പേജിൽ ഇങ്ങനെ സ്റ്റോറികൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ക്യൂരിയസ് ആയിരുന്നു ഈ ഒരു കാര്യത്തില്. ഇനി അറിയാത്തവരറിയലുണ്ടെങ്കിൽ ഞാൻ ചുരുക്കി പറഞ്ഞറിയാം എന്താ കാര്യം എന്നുള്ളത്. സംഭവം ഒരു സിനിമയത്തൊക്കെ ഒരു വില്ലന്റെ പോലെ ഞാൻ ഒരുപാട് പൈസയായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് മുങ്ങി, അതുപോലെ ഒരുപാട് ഗേൾസ് ആയിട്ട് മോശമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തന്നെ സ്വന്തം ഷോപ്പ് ഞാനത് വേണച്ച് പൂട്ടി കെട്ടി, എന്നിട്ട് എന്ത് ചെയ്ത് ആ പൈസ കൂടി ആയിട്ട് ഞാൻ നാട്ടിലോട്ട് പോകുന്നു. എന്നിട്ട് സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി ഞാൻ ക്യാൻസർ വരുത്തി വെച്ച്, ഇങ്ങനെ കുറച്ച് കോമഡി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സംഭവം ഞാൻ ഈ സ്റ്റോറി കണ്ടത് ഞാൻ അവർക്ക് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ എന്റെ കേസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അവർക്ക് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു. ബ്രോ ഇങ്ങനെ ഒരു സത്യം കാര്യങ്ങളും അറിയാതെയാണോ ഒരാളുടെ ഫേസും കാണിച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അവന്റെ റിപ്ലൈ ആണ് ഈ കാണുന്നത്. ഇതുപോലെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സിൽ നിന്ന് ഈ സെയിം കാര്യം പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നുണ്ട്, അതുപോലെ അതിന്റെ ഡീറ്റെയിൽസ് പുറകെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവൻ റിപ്ലൈ തന്നത്. അപ്പോ ഞാനും വെയിറ്റിംഗ് തന്നെ ആയിരുന്നു, എന്താണ് ഇതിന്റെ അപ്ഡേറ്റ്സ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഞാനും വെയിറ്റിംഗ് തന്നെ ആയിരുന്നു. ഇന്നലെ രാത്രി ഇത് കണ്ടപ്പോ തന്നെ ഞാൻ ലീഗലി മൂവ് ചെയ്യാന്നുള്ളത് വിചാരിച്ചാണ്. സംഭവം നമ്മൾ നമ്മുടെ കാര്യത്തിൽ അത്രയും കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ലീഗലി മൂവ് ചെയ്യാനുള്ളത് നല്ലത്. അങ്ങനെ ഇന്ന് രാവിലെ ചങ്ങനാകുളം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടെ ലീഗലി മൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അതിലെടുത്തു പറയേണ്ട കാര്യം, നമ്മളൊരു കംപ്ലൈന്റ് ആയിട്ട് ചെന്നപ്പോ തന്നെ പോലീസിന്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടായിരുന്നു. കാര്യത്തേക്ക് കിടക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു 19.5 മണിക്കൂറിന് ശേഷം ഓന്റെ ഭാഗത്തൊരു റിപ്ലൈ വന്നു. ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത്, അതുപോലെ തന്നെ ആരാണോ അയച്ചത് അവരെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ എനിക്ക് ഷെയർ ചെയ്ത്. ഇനി ഹക്കീമിന് മെസ്സേജ് അയച്ച അവനിക സുധീറിനോടാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഹക്കീമിന് മെസ്സേജ് ഇട്ട് എന്താ കാര്യം, അത് എന്നോടൊന്നും ചോദിക്കില്ല നല്ലേ. പക്ഷെ ഇനിയിപ്പോ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, കാരണം ഞാൻ ലീഗലി മൂവ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഇനി വലിയ റോളൊന്നുമില്ല. ഇനി എന്റെ കേസറ്റുള്ള പേജിൽ ഹക്കീമിനോടാണ് എനിക്ക് ചോദിക്കാനല്ലേ, നീ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും സത്യാവസ്ഥ തന്നെയാണോ? ഏതോ ഒരു പെണ്ണ് മെസ്സേജ് അയച്ചെന്ന് വെച്ച് അതിന്റെ സത്യാവസ്ഥ അറിയാണ്ടാണോ എന്റെ വൈഫിന്റെയും ഫോട്ടോ ഒരു മോശം രീതി ഷെയർ ചെയ്യുന്നത്? അതെന്തേലും ആവട്ടെ, ഞാനിപ്പോ ഈ മെസ്സേജ് അയച്ച കുട്ടിയുടെ മ്യൂച്വൽ ഫ്രണ്ട്സ് എടുത്ത് നോക്കിയപ്പോഴാണ് ഏറ്റവും തമാശ. ഈ ആവനിക സുധീറിനോട് എനിക്ക് പറയാനുള്ളത്, ഈ ഞാൻ പറ്റിച്ചു പോകുന്നു പറയപ്പെടുന്ന ആ ഒരു കസിൻസ് ഉണ്ടല്ലോ, അവരെ കുറിച്ച് അവിടെ നിന്ന് പോയി അന്വേഷിക്കുന്നതല്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഇർഫാൻ എന്താ പറയാനുള്ളത്? ഒരു ഡോക്ടർ എന്ന രീതിയിലല്ല, അവന്റെ ഒരു ഫ്രണ്ട് എന്ന രീതിയിലാണ് എനിക്ക് പറയാനുള്ളത്. ലാസ്റ്റ് ഒരു 8 മാസമായിട്ട് ഇപ്പൊ ഞാൻ അവനെ കാണുന്നുണ്ട്. അവൻ ഏത് സിറ്റുവേഷനിലൂടെയാണ് പോണതെന്നും എല്ലാം ഞാൻ കണ്ടുവരുന്ന ഒരാളാണ്. അപ്പൊ ഈ ക്യാൻസർ പോലത്തെ ഒരു അസുഖം വരുമ്പോ ഏതൊരു മനുഷ്യനായാലും പരമാവധി വേദനകളും എല്ലാം സഹിച്ചിട്ടാണ് വരുന്നുണ്ടാവുക.
അപ്പൊ അവനൊന്ന് എണീറ്റ് വരുന്ന സമയത്ത് നമ്മളെല്ലാരും കൂടി അവനെ സപ്പോർട്ട് ചെയ്യണം വേണ്ടത്. ഞാനിപ്പോ ഇത് സംസാരിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ഒരു 3 ദിവസം മുന്നേ നമ്മളൊരു ന്യൂസ് കേട്ടായിരുന്നു, ദീപക് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയെ പറ്റി. അൺഫോർച്ചുനേറ്റ്ലി പുള്ളി ഇപ്പൊ ഇല്ല. പക്ഷെ അതുപോലെയാണ് എല്ലാ ആൾക്കാരും. ഒരു നിമിഷത്തെ ഒരു മെന്റലി നമ്മളൊരു നിമിഷം നമ്മൾ മാറി ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഓരോ ആൾക്കാർ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് എല്ലാവരും മൈൻഡ് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇനിയിപ്പോ ഇത് കാണുന്ന ബാക്കിയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു പൊസിഷനിൽ എത്തുമ്പോൾ ഒരുപാട് പേര് നിങ്ങളെ ചുറ്റോട്ട് ആക്രമിക്കും. അപ്പൊ അതൊന്നും വകവെക്കാതെ റിദ്വാനെ പോലെ ബോൾഡായിട്ട് പോവാ. ഓക്കെ, അപ്പോൾ ഇതാണ് റിദ്വാൻ്റെ റിപ്ലൈ ഉണ്ടായിരുന്നത്. റിദ്വാനെ കുറിച്ചിട്ട് ഹക്കീം ഇട്ടൊരു സ്റ്റോറി, അതിനെക്കുറിച്ച് വന്ന ഒരു റിപ്ലൈ. ഓക്കെ, എല്ലാ കേസിലും ഈ സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ കോണ്ടൻറ്റ് ചെയ്യുന്നവരൊക്കെ കറക്റ്റാവും. 100% ശരിയായിരിക്കും. തെറ്റുപറ്റും, ഡെഫിനറ്റ്ലി തെറ്റുപറ്റും. അതിന് എത്രയോ നമുക്കൊക്കെ, എനിക്ക് പേഴ്സണലി പറ്റിയിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതിൽ ഞാൻ ഹക്കീമിനോട് തന്നെ പേഴ്സണലി പറഞ്ഞൊരു കാര്യമുണ്ട്, 2 ഭാഗം ചെക്ക് ചെയ്യുക എന്നുള്ളൊരു സംഗതിയുണ്ട്. പിന്നെ ഈസ് എ ക്യാൻസർ സർവൈവർ. ഇപ്പോൾ ഹൂവർ ഒരു മെസ്സേജ് അയക്കുന്നു, അയാളുടെ ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. അതിനകത്ത് ഉണ്ടായ കാര്യങ്ങൾ എന്താണെന്നുള്ളത് റിദ്വാൻ ഇതുവരെ അതിൽ പറഞ്ഞിട്ടില്ല, വീഡിയോനകത്ത് എവിടെയും. അപ്പോൾ ഒരു ലേഡി വന്ന് ഹക്കീമിന് മെസ്സേജ് അയക്കുന്നു, ഹക്കീം അത് സ്റ്റോറി ആക്കുന്നു, ഫിനാൻഷ്യൽ ഫ്രോഡിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ വാട്ട് ഈസ് ദാറ്റ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സംഗതിയൊന്നും അതിനകത്ത് റിദ്വാനും പറഞ്ഞിട്ടില്ല. ഹക്കീമാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഒന്നും ചെയ്തതുമില്ല, സാധനം ഡിലീറ്റ് ചെയ്യുന്നു, ആരാണോ മെസ്സേജ് അയച്ച് അവരുടെ ഇൻഫർമേഷൻ റിദ്വാന് പാസ് ചെയ്യുന്നു. സോ മേ ബി റിദ്വാൻ പറഞ്ഞ കാര്യങ്ങളിൽ ആ ടൈമിൽ ഹക്കീം കൺവിൻസ്ഡ് ആയിട്ടുണ്ടാവും. എന്താണെങ്കിലും ഇങ്ങനൊരു മെസ്സേജ് വന്നതിന് ശേഷം നേരെ സ്റ്റോറിയാണ് ഹക്കീം ഇട്ടത്, റിദ്വാനോട് അത് പേഴ്സണലി ചോദിച്ചിട്ടില്ല. റിദ്വാൻ നേരെ ചെന്ന് സംസാരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ചില കേസുകളിൽ നമുക്കൊരു ഇൻറ്റ്യൂഷൻ വേണം. ഞാൻ ഈ ഒരു പരിപാടി ചെയ്ത് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു പരിപാടി, ഇൻറ്റ്യൂഷൻസ് അതൊന്നും കൂടിയും സോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് കിട്ടാവുന്ന സോഴ്സുകളാണെങ്കിൽ അതിൻ്റെ കോയിൻ്റെ അപ്പുറത്തെ സൈഡും കൂടി മാക്സിമം കളക്ട് ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക, ഒരു ഔട്ട് ബ്രേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു പുറത്തേക്ക് ഒരു സാധനം എടുത്തിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞ ചാനൽ ഒരു സ്ലോ പേസിലാണ് ഇപ്പോൾ പോകുന്നത്. വൈ? ബിക്കോസ് പണ്ട് ഇതേപോലെ, ഇപ്പോൾ ഹക്കീമിനോട് തന്നെ ഞാൻ പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രേക്കിനോട് പറയാറുണ്ട്. അതായത് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ, തുടക്കത്തിൽ നമുക്കൊരു പേസ് ഉണ്ട്, ഒരു സ്പീഡുണ്ട്. മറ്റേ കുതിര ഇങ്ങനെ കണ്ണിപ്പിടെ ഇങ്ങനെ വെച്ച പോലെ നമ്മളിങ്ങനെ ഫുള്ള് നമുക്ക് നമ്മുടെ അരി, നമ്മളുടെ ഫെയിം, അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റിയോട് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി, നമ്മൾ ചെയ്യുന്നത് കറക്റ്റ്, നമുക്ക് തെറ്റുപറ്റില്ല, നമ്മളിങ്ങനെ പോവും. പക്ഷേ അറ്റ് സർട്ടൻ പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കും ഈ പോക്ക് ഇങ്ങനെ പോയിരുന്നു നമ്മൾ. പിന്നിടെ ഒരു കൂട്ടം എന്തിനോ വരുന്നു, കൊല്ലോ തല്ലോ വളർത്തോ ഒന്നും ഒരു പിടുത്തം ഉണ്ടാവില്ല നമുക്ക്. ഒരു കൂട്ടം കേസ്, ഒരു കൂട്ടം മനുഷ്യർ, പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പേടിയും. ഇത് അനുഭവിച്ച ആളായ, അതുകൊണ്ട് ഞാൻ പേഴ്സണലി പറയുന്നത്, ഇതേപോലെ നിങ്ങൾക്കും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ ചെയ്യണം, നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് പോകണം, വെച്ചിട്ട് പോകണം. പക്ഷേ ഇഫ് യു ആർ ട്രൈങ് ടു ബ്രിങ് സംതിങ് ലൈക്ക് എന്താ പറയുക, ആരും പറയാത്ത അല്ലെങ്കിൽ ആരും ഇതുവരായിട്ട് അറ്റൻഡ് ചെയ്യാത്ത ഒരു കേസോ അല്ലെങ്കിൽ ഒരു എക്സ്പോസിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി നിങ്ങൾ കൊണ്ടുവരുന്നതിന് മുമ്പ് യു പ്രിറ്റി മേക്ക് ഇറ്റ് വെരി ബ്ലഡി ഷുവർ ഈ സാധനം കറക്റ്റ് ഓൺ പോയിന്റിലാവാൻ നിങ്ങൾക്ക് അത്രയും എന്തുണ്ട് സോഴ്സസ് കിട്ടിയിട്ടുണ്ട്, അത് ജെന്യുവൻ ആണെന്നുള്ളത്. പിന്നെ മാക്സിമം അതർ സൈഡ് നിങ്ങൾക്ക് റീച്ചബിൾ ആണെങ്കിൽ ആ സാധനം കൂടി എത്തിപ്പിടിക്കാൻ നോക്കുക മാക്സിമം. ഇല്ലെങ്കിൽ എന്താ അറിയോ, നമ്മുടെ എക്സിസ്റ്റൻസ് നോക്കണം. നമുക്ക് എക്സിസ്റ്റൻസ് ഇല്ല, നമുക്ക് ക്രെഡിബിലിറ്റി ഇല്ല. നമ്മളങ്ങനെ എങ്ങനെയും വിളിച്ച് പറയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഈ ഹക്കീമിൻ്റെ കേസിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. ഹക്കീമിന് ഈ റിദ്വാൻ്റെ കാര്യത്തിൽ റിദ്വാൻ ഇട്ട വീഡിയോ, അതിൻ്റെ ഒറ്റമുള്ള അതിൻ്റെ ഇടയിലുള്ള കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി, OG അടക്കം ഉള്ളവർ പോയിട്ട് കമൻറ്റ് ചെയ്യുകയാണ്. മനസ്സിലായി? റിദ്വാൻ്റെ ഒരു ചോദ്യവും വരികയാണ്, നീ അപ്പോൾ ഇതിന് മുന്നേ ചെയ്ത കേസൊക്കെ ഇങ്ങനെയാണോ? ക്രെഡിബിലിറ്റിയാണ് നമ്മൾ സൊസൈറ്റിയുടെ മുന്നിൽ വെക്കുന്ന സാധനം. അതങ്ങോട്ട് ഇല്ലാതായാൽ പിന്നെ പോയി. പിന്നെ നമ്മൾ ഇനി എന്തൊക്കെ തലകുത്തി പറഞ്ഞിട്ടിട്ടും കാര്യമില്ല, ചെകുത്താൻ്റെ ഒക്കെ അവസ്ഥയും ക്രെഡിബിൾ അല്ല. അതുകൊണ്ട് ആരും എന്ത് ചെയ്യില്ല, അക്കൗണ്ടബിലിറ്റി ഇല്ല, ആരും അത് എൻഡോസ് ചെയ്യാൻ പോകുന്നില്ല ഒന്നും പറയുന്നതൊന്നും. അങ്ങനത്തെ പരിപാടി ആവരുത്. അങ്ങനത്തേയിലേക്ക് നമ്മൾ പോവാതിരിക്കാൻ നമ്മൾ സ്വയം ശ്രദ്ധിക്കുക എന്നുള്ള പരിപാടിയെ നമുക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെ എക്സിസ്റ്റൻസ് നമുക്ക് നോക്കിയേ പറ്റൂ. അപ്പോൾ
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ആ റൂട്ടിൽ പോയി ഇങ്ങനെ പോയതുകൊണ്ട് കുറേ വള്ളി പിടിച്ചിട്ടുണ്ട്. കുറേ വിഷയങ്ങൾ ഇപ്പോഴും അതിൻ്റെ അന്ന് പോയതിൻ്റെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ കുറച്ചും കൂടി സോർട്ടായി കുറച്ച് സ്ലോ പേസിലാണെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും നല്ലതാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് സൊസൈറ്റിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത കണ്ടൻറ്റിൻ്റെ ഒരു 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 എൻഡ് റിസൾട്ട് ഉണ്ടാവും. അല്ലാത്ത പക്ഷം ഉണ്ടാവില്ല, ചുമ്മാ എടുത്തു വെച്ച് അങ്ങനെ. ഇപ്പം ഒരു പഴയ സീക്രട്ട് ഏജൻറ്റ് മൂഡാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പെപ്പേനെയൊക്കെ ഇപ്പം തന്നെ വന്നിരുന്നിട്ട് പെപ്പ എന്ത് വൃത്തിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് സാധനം അടിച്ചിട്ട് പോവാം. പക്ഷെ ഇവിടെ എന്താ പറയുക, ഇവിടെ നിയമം, സൊസൈറ്റി, ഇതിലൊക്കെ ഒരുപാട് ചേഞ്ചുകൾ വരുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് ഒബ്സർവ് ചെയ്ത് വാട്ട് ഈസ് വാട്ട് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ കണ്ടൻറ്റ് ചെയ്യുന്നവർ മുന്നോട്ട് പോകുക എന്നുള്ളത് ഞാൻ പഠിച്ചൊരു പാഠമാണ്. ഓക്കെ, സോ ആ ഒരു ഒബ്സർവേഷൻ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് ഇങ്ങനെ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ എക്സിസ്റ്റൻസ് ഒന്നും കൂടി സൗണ്ടായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഫൈൻ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞത് ഇതാണ്, ആ ഒരു പെർട്ടിക്കുലർ പെപ്പയുടെ ഐറ്റത്തിന് ഒന്നില്ലെങ്കിൽ കൊണ്ടുവന്ന ഹക്കീം അതിനൊരു അപ്ഡേറ്റ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആ പെൺകുട്ടി കേസ് കൊടുത്ത് FIR ആവട്ടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് വരും, പോലീസുകാരുടെ ബാക്കി സാധനങ്ങൾ വരും, മീഡിയ ഇൻവെസ്റ്റിഗേഷൻ ഒരു പാരലൽ സാധനത്തിൽ നടക്കും, അതിൽ നിന്ന് നമുക്കൊരു ഒബ്സർവേഷൻ കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ പെപ്പെ പോയി കേസ് കൊടുക്കണം. പെപ്പെ ഈ കേസ് കൊടുക്കുകയില്ല, ദാറ്റ്സ് അപ് ടു ഹിം. അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൽ ഇതിങ്ങനെയാണ്, ബിക്കോസ് ഒരു മേജർ വലിയ സിനിമ വരാൻ നിൽക്കുക കാട്ടാളൻ, മനസ്സിലായോ? അപ്പം അതിൻ്റെ ഒരു ഹൈപ്പ് ഭയങ്കരമാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, മലയാളികൾക്ക് മാർക്ക് കഴിഞ്ഞതിന് ശേഷം അത്രയും വലിയൊരു പടം കാട്ടാളൻ, വയലൻസ് കാ ബാപ്പ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അതിനിടയിൽ അതിലെ ലീഡ് ക്യാരക്ടറിന് ഇങ്ങനത്തെ ഒരു സംഗതി, ഒരു അലിഗേഷൻ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ആ പടത്തിൻ്റെ ഒരു ഹൈപ്പിനെയും അതിൻ്റെ ഒരു 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 മണി മേക്കിംഗ് ആസ്പെക്റ്റ് ഉണ്ടല്ലോ അതിനെ വരെ ബാധിക്കും. അപ്പം അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എസ്പെഷ്യലി പ്രൊഡക്ഷൻ സൈഡിനൊക്കെ അത് ഭയങ്കര അടിയായിരിക്കും ആ ഐറ്റം. പെപ്പെ അതും കൂടി കൺസിഡർ ചെയ്യുന്നത് നല്ലതാണ്. അപ്പം അങ്ങനത്തെ ഒരു സ്കീമും കൂടി ഉള്ളപ്പോൾ എന്താണ് ഇത് എന്നുള്ളത്, കാരണം ഞാൻ നോക്കുമ്പോൾ റെഡിറ്റിലൊക്കെ ഭയങ്കര ചർച്ച, റെഡിറ്റിലൊക്കെ ഓരോ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബട്ട് ഞാൻ പറഞ്ഞ അൺടിൽ അൺലെസ് ഇതിനൊരു ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതർ അതൊരു കേസാവണം, അല്ലെങ്കിൽ ഒരു കേസ് ഇതിൽ പെപ്പെ കൊടുക്കണം, അപ്പോഴാണ് ഇതിനൊരു സാധനം കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നട്ടപ്പാതിര വീഡിയോ ആയിട്ട് ഇത് കാണുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ വീഡിയോസ് കുറയാനൊക്കെ ഉള്ള റീസൺ ഇതാണ് എൻ്റെത്. കാരണം എല്ലാം എടുത്ത് വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ക്ലിയറായിട്ട് എന്തെങ്കിലുമൊക്കെ ഉള്ള സാധനങ്ങൾ എടുത്ത് വെക്കാനോ, അല്ലെങ്കിൽ അത്രയും പറയുന്ന അല്ലെങ്കിൽ അത്രയും ഓക്കെ ഉള്ള സാധനങ്ങൾ വെച്ചാൽ മതി എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാനൊന്ന് പേസ് ഡൗൺ ചെയ്തത്.